400 സെന്റ് ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും 4 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടുത്തി പണി കഴിപ്പിച്ചിരിക്കുന്ന കണ്ടംപററി ഡിസൈൻ വരുന്ന ഒരു വില്ലയാണെന്ന് സെയിലിൽ വന്നിരിക്കുന്നത്. കാണുന്നത് പോലെ തന്നെ നല്ല മനോഹരമായ അട്രാക്ഷൻ ഏറിയ ഒരു ഡിസൈൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. വീടിന്റെ ചുറ്റടത്തായിട്ട് തന്നെ നല്ല വില്ലാസ് ഒക്കെ പണി കഴിഞ്ഞ് വരുന്നുണ്ട്. വീടിന്റെ ഫ്രണ്ടേജിൽ ടാറിട്ട റോഡ് തന്നെയാണ് വില്ലാസിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം മാറിയിട്ടാണ് വില്ലയുടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. വീടിന് നല്ല മനോഹരമായ ഡിസൈനും അത് കുറച്ച് ഡെക്കറേഷൻ ആക്കാൻ വേണ്ടി സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ടും കൂടാതെ തന്നെ ഗ്ലാഡിംഗ് ടൈൽസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 12 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ലൊക്കേഷൻ വരുന്നത്. വീടിന്റെ കറക്റ്റ് ലൊക്കേഷൻ തിരുമലയ്ക്ക് സമീപം തച്ചോട്ടാവിലാണ് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കടക്കുന്നതിന് മുൻപേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹോം ലോൺ ഞങ്ങൾ തന്നെയാണ് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നത്. നമുക്കിനി വില്ലയുടെ കോമ്പൗണ്ടിലോട്ട് കടക്കാം. ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് വീടിന്റെ ഫ്രണ്ടേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ടെക്സ്ചർ വർക്കൊക്കെ നൽകിക്കൊണ്ടാണ് കവേർഡ് കാർ പാർക്കിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ട് മുഴുവനും നല്ല മാറ്റ് ഫിനിഷ് ആയ ടൈൽസും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വീടിന്റെ ഫ്രണ്ടേജ് മുഴുവനും ഇച്ചിരി അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ഈ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ. നല്ല രീതിയിൽ തന്നെയാണ് അതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിന്റെ സിറ്റ് ഔട്ട്. 5x8 ആണ് സിറ്റ് ഔട്ടിന്റെ ഡയമെൻഷൻ. ഒരു വുഡൻ ഡിസൈനൊക്കെ വരുന്ന ഒരു വാൾ ടൈലും കാര്യങ്ങളൊക്കെയാണ് സിറ്റ് ഔട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് സിറ്റ് ഔട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഫ്രണ്ട് ഡോറ് മുഴുവനും തേക്കുഡിലാണ് പണിതിരിക്കുന്നത്. നല്ലൊരു വിശാലമേറിയ ലിവിംഗ് ഏരിയ തന്നെയാണ് വീടിന് നൽകിയിട്ടുള്ളത്. 20x15 ആണ് ലിവിംഗ് ഏരിയ ഡയമെൻഷൻ. നല്ല അട്രാക്റ്റീവ് ആയിട്ടൊരു TV യൂണിറ്റ് തന്നെയാണ് ലിവിംഗ് ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റ് മുഴുവനും തടിയിലാണ് പണിതിരിക്കുന്നത്. വീട് മുഴുവനും നല്ല വെർട്ടിഫൈഡ് ടൈൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലീഗ്രാൻഡ് സ്വിച്ചസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വി ഗാർഡിന്റെ വയറിംഗ് തന്നെയാണ് വീട് മുഴുവൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ലിവിംഗ് ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. വാൾ ആർട്ടൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുമുണ്ട്. നമുക്ക് വീടിന്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. 12x10 ആണ് ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഡൈനിങ് ഏരിയ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വാഷിംഗ് ഏരിയ തന്നെയാണ് ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് വാഷിംഗ് ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ സ്റ്റെയറിന്റെ അടിയിലായിട്ട് തന്നെയാണ് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിന്റെ കിച്ചണിലോട്ട് പോകാം. 12x10 ആണ് കിച്ചണിന്റെ ഡയമെൻഷൻ. കിച്ചണിൽ നമുക്ക് ചിമ്മിനി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം കിച്ചണിൽ നൽകിയിട്ടുമുണ്ട്. മോഡേൺ രീതിയിലുള്ള ഒരു കിച്ചൺ തന്നെയാണ് പണിതിരിക്കുന്നത്. മാക്സിമം സ്റ്റോറേജ് സ്പേസ് എല്ലാം നൽകിക്കൊണ്ട് തന്നെയാണ് കിച്ചൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന സ്റ്റോറേജ് സ്പേസ് എല്ലാം തന്നെ വുഡൻ വർക്കിലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീട് 4 BHK ആണ്. നമുക്ക് വീടിന്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 15x10 ആണ് റൂമിന്റെ ഡയമെൻഷൻ. വാൾ റൂഫ്സ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു അട്രാക്ഷനായിട്ട് തന്നെ വാൾ പെയിന്റിംഗ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ റൂമിൽ ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. സെറയുടെ ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂമിലും യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് മുഴുവനും തേക്കുഡിലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസിന്റെ വർക്കും ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ സ്പോട്ട് ലൈറ്റ് ഫാൻസി ലൈറ്റും എല്ലാം തന്നെ സ്റ്റെയറിന്റെ ഏരിയയിൽ വന്നിട്ടുമുണ്ട്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ മെയിൻ ഹാൾ. 24x12 ആണ് ഹാളിന്റെ ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഡെക്കറേഷനായിട്ട്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഏരിയയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഹാൾ, 3 ബെഡ്റൂം, ഒരു മെയിൻ ബാൽക്കണിയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിന്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 12x12 ഡയമെൻഷൻ വരുന്ന ഒരു റൂം തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വാൾ പെയിന്റിംഗ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. സെറയുടെ ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂമിലും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം. 15x10 ആണ് റൂമിന്റെ ഡയമെൻഷൻ. ഒരു ഡെക്കറേഷനായിട്ട് വാൾ പെയിന്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുമുണ്ട്. വാൾ റൂഫ്സ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് ഒക്കെ ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുമുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. സെറയുടെ ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ഈ ബാത്റൂമിലും യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിന്റെ ഏറ്റവും അവസാനത്തെ ബെഡ്റൂം. 15x12 ആണ് റൂമിന്റെ ഡയമെൻഷൻ. ബാക്കിയുള്ള റൂമിൽ കാണുന്നത് പോലെ തന്നെ വാൾ പെയിന്റിംഗ് ഈ റൂമിലും നൽകിയിട്ടുണ്ട്. വാൾ റൂഫ്സ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. സെറയുടെ ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ഈ ബാത്റൂമിലും ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 12x4 ഡയമെൻഷൻ വരുന്ന ഒരു ബാൽക്കണിയും ഈ റൂമിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോകാം. 10x8 ഡയമെൻഷൻ വരുന്ന വലിയൊരു വിശാലമേറിയ ഒരു ബാൽക്കണിയാണ് വീടിന് നൽകിയിട്ടുള്ളത്. ഇരുമ്പിൻ്റെ ഫ്രെയിമിൽ
ഗ്ലാസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡിൽസ് ആണ് നൽകിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ടാണ് ബാൽക്കണി ചെയ്തിട്ടുള്ളത്. ഫാൻസി ലൈറ്റും സ്പോട്ട് ലൈറ്റ് ഒക്കെ ബാൽക്കണിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മനോഹരമായ വീടിന്റെ ആസ്കിംഗ് പ്രൈസ് 88 ലക്ഷമാണ്. അത് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് മേടിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ഹോം ലോൺ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകുന്നതുമാണ്.